ഹലോ. നെക്സ്റ്റ് നമുക്ക് ഈ വീഡിയോക്കകത്ത് നമുക്ക് നോക്കാനുള്ളതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസ് എന്ന് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ് പഠിച്ചു. അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് പഠിച്ചു. എങ്ങനെയാണ് കോമൺലി ഒരു ന്യൂറൽ നെറ്റ്വർക്സിനകത്ത് ഒരു റെക്കഗ്നൈസേഷൻ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ പറ്റി നോക്കി. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസ് ആണ്. അതിനകത്ത് നമ്മൾ നോക്കുന്നത് 3 ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസിനെ പറ്റിയാണ്. മൾട്ടി ലെയർ പെർസെപ്ട്രോൺ മോഡൽ ഓർ MLP അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് മോഡൽ എന്ന് പറയാറുണ്ട്. റീകറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് മോഡൽ എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് റീകറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓട്ടോ എൻകോഡേഴ്സ്. ഇത്രയും മോഡൽസിനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് മൂവ് ഇൻ ടു ദ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സിന്റെ ഒരു സമ്പായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. സത്യം പറഞ്ഞാൽ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നതും ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സിന്റെയും വർക്കിംഗ് ഏകദേശം സെയിം തന്നെയാണ്. അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സിന്റെ ഒരു സബ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂറൽ നെറ്റ്വർക്ക്സിനകത്ത് വരുന്ന ലെയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ അഥവാ MLPക്കകത്ത് ഹിഡൻ ലെയേഴ്സ് മിനിമം ഒന്നെങ്കിലും വേണം എന്നുള്ളത് നിർബന്ധമാണ്. 1 ഓർ മോർ ഹിഡൻ ലെയേഴ്സ് ഏതിനകത്ത് ഉണ്ടായിരിക്കണം? MLPക്കകത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹിഡൻ ലെയർ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹിഡൻ ലെയേഴ്സ് വരാം. ഒന്നിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ഹിഡൻ ലെയേഴ്സ് വേണമെങ്കിലും വരാം. പക്ഷേ MLPക്കകത്ത് നിർബന്ധമായിട്ടും മിനിമം 1 ഹിഡൻ ലെയർ ഉണ്ടായിരിക്കണം. അതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നൽസ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. 1 ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഒന്നെങ്കിൽ ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്, അതായത് ഫ്രം ഡാറ്റ നമ്മൾ ഇൻപുട്ട് ലെയറിലേക്ക് കൊടുത്ത് ഹിഡൻ ലെയർ അതിനെ കമ്പ്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് ലെയറിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഏതിനകത്ത് നടക്കത്തുള്ളൂ? ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കിനകത്ത് നടക്കത്തുള്ളൂ. സോ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ MLPക്കകത്തും അങ്ങനെ തന്നെ നടക്കുന്നുള്ളൂ. ഒരു 1 ഡയറക്ഷൻ ആണ്, ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. അതിനകത്ത് സൈക്കിൾസോ ലൂപ്സോ ഒന്നും ഉണ്ടാവത്തില്ല. സൈക്കിൾസോ ലൂപ്പോ ഒന്നും ഏതിനകത്ത് ഉണ്ടാവില്ല? MLPക്കകത്ത് ഇല്ല, അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്സിനകത്ത് ഇല്ല. A multi-layer perceptron is a class of feed-forward artificial neural network that consists of multiple layers of nodes in a directed graph. ഒരു ഡയറക്റ്റഡ് ഗ്രാഫിനകത്ത് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് നോട്ട്സ് ഏതിനകത്തുണ്ട്? മൾട്ടി ലെയർ പെർസെപ്ട്രോണകത്തുണ്ട്. ലേയേഴ്സ് ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലേയേഴ്സിനകത്ത് ന്യൂറോൺസുകൾ ഉണ്ട് എന്നർത്ഥം. വിത്ത് ഈച്ച് ലെയർ ഫുള്ളി കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് വൺ. ഓരോ ലെയറും ഫുള്ളി കണക്റ്റഡ് ആയിരിക്കും ടു ദ നെക്സ്റ്റ് വൺ. മറ്റേതുമായിട്ട് ഫുള്ളി കണക്റ്റഡ് ആയിരിക്കും, നെക്സ്റ്റ് ലെയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ. ഇറ്റ് പ്രോമിസസ് ആൻ ഇൻപുട്ട് ലെയർ, 1 ഓർ മോർ ഹിഡൻ ലെയേഴ്സ് ആൻഡ് ആൻ ഔട്ട്പുട്ട് ലെയർ. നമ്മൾ MLPനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും ഒരു ഇൻപുട്ട് ലെയർ ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതലോ ഹിഡൻ ലെയേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ആൻ ഔട്ട്പുട്ട് ലെയർ, ഒരു ഔട്ട്പുട്ട് ലെയർ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ആൻ ഇൻപുട്ട് ലെയർ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു എ ഹിഡൻ ലെയർ. ഒരു ഇൻപുട്ട് ലെയർ അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു ഹിഡൻ ലെയറിനകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. വിച്ച് ഇൻ ടേൺ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻസ് ടു ആൻ ഔട്ട്പുട്ട് ലെയർ. അത് പിന്നെ എന്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും? ഹിഡൻ ലെയർ അതിന്റെ കമ്പ്യൂട്ടേഷൻസിനൊക്കെ നടത്തിയതിനു ശേഷം ഔട്ട്പുട്ട് ലെയറിനകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റിംഗ് എ വൺ വേ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ എപ്പോഴും ഇൻപുട്ട് ടു ഔട്ട്പുട്ട് മാത്രമാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് വരുന്നില്ല. സോ ഇതൊരു വൺ വേ ഫ്ലോ ഓഫ് ഇൻഫർമേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ? MLP സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. Each neuron in the network receive input, applies weights and biases, passes the weighted sum through an activation function. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ഇൻപുട്സിനകത്ത് വെയ്റ്റ്സ് കൊടുക്കുന്നതും ബയാസസ് കൊടുക്കുന്നതും സമ്മേഷൻ ചെയ്ത് അതിന് കിട്ടുന്ന റിസൾട്ടിനെ ആക്ടിവേഷൻ ഫംഗ്ഷനകത്തേക്ക് കൊടുക്കുന്നതും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ അത് കേട്ട് നോക്കുക, അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എല്ലാം എന്നുള്ളത് കേട്ടോ. എന്നിട്ട് ആ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഒരു റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരും. അതാണ് നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ലെയറിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്? Then it is the representation for an MLP. Here we can see that there is an input layer with 3 neurons and there is an
ഫസ്റ്റ് ഹിഡൻ ലെയർ ആൻഡ് ദർ ഇസ് ആൻ സെക്കൻഡ് ഹിഡൻ ലെയർ. ഇവിടെ 2 ഹിഡൻ ലെയേഴ്സ് ആണുള്ളത്. 2 ഹിഡൻ ലെയേഴ്സ് ആണുള്ളത് ആൻഡ് ദർ ഇസ് ആൻ ഔട്ട്പുട്ട് ലെയർ. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ലെയറിനെ നിങ്ങൾ ഒരു നോഡിനെ തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഈ ഒരു നോഡിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻപുട്ട് നോഡാണ്. ഒരു ഇൻപുട്ട് ലെയറിനകത്തുള്ള ഒരു ഇൻപുട്ട് ന്യൂറോൺ ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ന്യൂറോണ് ഇതിനകത്ത് 4 ഹിഡൻ ലെയറിനകത്ത് 4 ന്യൂറോൺസ് ഉണ്ട്. നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള ഹിഡൻ ലെയറിനകത്ത് 4 ന്യൂറോൺസ് ഉണ്ട്. ഈ 4 ന്യൂറോൺസുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഇനി ഇതിനെ നോക്കിയാലും ഈ നോഡിനെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർക്കെല്ലാം തൊട്ടടുത്ത ലെയറുമായിട്ട് ിലുള്ള എല്ലാ ന്യൂറോൺസുമായിട്ട് പരസ്പരം കണക്റ്റഡ് ആണ്. ദ സെയിം വേ ഈ ഒരു ഫസ്റ്റ് ഹിഡൻ ലെയറിനകത്തുള്ള ഒരു ന്യൂറോണെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഹിഡൻ ലെയറിനകത്തുള്ള 5 നോഡ്സുമായിട്ടും ആർക്ക് കണക്റ്റഡ് ഉണ്ട്? ഈ ഒരു ഹിഡൻ ലെയറിന് കണക്ഷൻ ഉണ്ട്. ഇതിനും ആണെങ്കിലും ഇതിനാണെന്നുണ്ടെങ്കിലും ഇതിനാണെന്നുണ്ടെങ്കിലും. സോ അവർ പരസ്പരം ന്യൂറോൺസുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് ഏതിനകത്ത് കിടക്കുന്നത്? MLPക്കകത്ത് കിടക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത് ഫീഡ് ഫോർവേഡ് ഡാറ്റയാണ്. ദാറ്റ് മീൻസ് ഡാറ്റ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഫോളോ ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, സോ ഇത്രയാണ് MLPക്കകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇനി MLPന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇമേജ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പാറ്റേൺ റെക്കഗ്നീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസിന്റെ ലേൺ ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനുള്ള ഇവരുടെ അബിലിറ്റി കാരണം, MLPന്റെ അബിലിറ്റി കാരണം വേഴ്സറ്റൈൽ ആണ് ഇവർ. കുറേ ഡൊമൈൻസിനകത്ത് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? MLPസിനെ യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, മൂവിങ് ടു ദ Moving to the next network model, that is recurrent network model or sequence modeling. Neural networks, recurrent neural networks or sequence modeling. പേര് പോലെ തന്നെ സീക്വൻസ് ആയിട്ടുള്ള ഡാറ്റകളെ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മോഡലാണ് ഏതെന്ന് പറയുന്നത് സീക്വൻസ് മോഡലിംഗ് അല്ലെങ്കിൽ റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, or it is also known as RNN എന്ന് പറയുന്നുണ്ട്. ഓക്കെ, RNN are designed for processing sequential data where the order of information matters. സീക്വൻഷ്യലി വരുന്ന ഡാറ്റനെ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് RNN ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ സീക്വൻസിന്റെ ഓർഡർ എങ്ങനെയാണ്, സീക്വൻസിനകത്ത് എങ്ങനെയാണ് ഡാറ്റ ഓർഡർ ചെയ്തിട്ടുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RNN മോഡലിങ്ങിനകത്ത്. ഇനി മറ്റൊരു കാര്യം RNNനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, RNNനകത്ത് ലൂപ്പ് അല്ലെങ്കിൽ സൈക്കിൾസ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. MLPനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ MLPക്കകത്ത് ലൂപ്പ് ഓർ സൈക്കിൾസ് പോസിബിൾ ആയിരുന്നില്ല. പക്ഷേ റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്സിനകത്ത് ഇത് പോസിബിൾ ആണ്. റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്സ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ പ്രോസസിംഗ് സീക്വൻഷ്യൽ ഡാറ്റ ബൈ ഇൻകോപ്പറേറ്റിംഗ് ലൂപ്സ് ഇൻ ദ നെറ്റ്വർക്സിനകത്ത് ലൂപ്സുകളെ കോപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൂപ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സീക്വൻഷ്യൽ ഡാറ്റന്റെ പ്രോസസിംഗ് ആര് നടത്തുന്നത്? RNN നടത്തുന്നത്. സോ ഇങ്ങനൊരു സീക്വൻഷ്യൽ പ്രോസസിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അലോയിങ് ഇൻഫർമേഷൻ ടു പെർസിസ്റ്റ് അക്രോസ് ടൈം സ്റ്റെപ്സ്, ഓരോ ടൈമിനകത്തുള്ള ഇൻഫർമേഷൻസിനെയും പെർസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ RNN ഒരു ഇന്റേണൽ മെമ്മറിനെയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. They utilize an internal memory to learn dependencies between elements in a sequence. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിനകത്ത് ഡിഫറെൻറ്റ് പ്ലേസസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിമിലാരിറ്റീസും മറ്റും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസീസ് നോക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വന്നതും ഒക്കെ സേവ് ചെയ്ത് വെക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇന്റേണൽ മെമ്മറിനെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, RNNനകത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും RNNന്റെ ഒരു ഫിഗർ ആണ്. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് ആൻ ഇൻപുട്ട് ലെയർ ആൻഡ് ദർ ഇസ് ആൻ ഹിഡൻ ലെയർ വിത്ത് ലൂപ്പ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഹിഡൻ ലെയറിനകത്തുള്ള ഓരോ നോഡും അതിനോട് തന്നെ ലൂപ്പിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സൈക്കിൾ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ലെയർ ന്യൂറോണ് തൊട്ട് മുൻപുള്ള ടൈം സ്റ്റെപ്പിനകത്ത് എന്താണോ റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നത് അതിനെ നെക്സ്റ്റ് ട്രാൻസാക്ഷനകത്തേക്ക് അതേ ന്യൂറോൺ തന്നെ ഇൻപുട്ട് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നോക്കുക, അൺലൈക്ക് MLPs, RNN യൂസ് ഫീഡ്ബാക്ക് കണക്ഷൻസ്. MLPക്കകത്ത് ഫോർവേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എന്തുണ്ട്? ഫീഡ്ബാക്ക് കണക്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ലൂപ്പ് പോലെ എടുക്കുന്നുണ്ട് എന്നർത്ഥം. ദ ഔട്ട്പുട്ട് ഫ്രം ദ പ്രീവിയസ് ടൈം സ്റ്റെപ്പ് ഈസ് യൂസ്ഡ് ആസ് ഇൻപുട്ട് ഫോർ ദ കറന്റ് ടൈം സ്റ്റെപ്പ്. തൊട്ട് മുൻപിൽ ടൈമിൽ നടന്ന ഔട്ട്പുട്ട് എന്താണോ, തൊട്ട് മുമ്പ് നടന്ന കമ്പ്യൂട്ടേഷനിൽ കിട്ടിയ ഔട്ട്പുട്ട് എന്താണോ അതിനെ ഇനി വരാനുള്ളതിനകത്തേക്ക് എന്താക്കി എടുക്കും? കറന്റ് സ്റ്റെപ്പിനകത്തേക്ക് എന്താക്കി എടുക്കും? ഇൻപുട്ട് ആക്കിയിട്ട് ആരെടുക്കുന്നുണ്ട്? RNN എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയും RNN ഒരു ഫുള്ളി കണക്റ്റഡ് തന്നെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഈ ഒരു നോഡ്
ഈ ഒരു നോഡിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹിഡൻ ലെയറിലുള്ള ബാക്കി എല്ലാ നോഡ്സുമായിട്ട് അത് കണക്റ്റഡ് ആണ്. അഗൈൻ ഇവിടെ 2 ഔട്ട്പുട്ടുകളാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഒരു സിസ്റ്റത്തിന് ഒരു ഔട്ട്പുട്ടേ ഉണ്ടാകാവൂ എന്നൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിഗർ ഷേപ്പ് റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഔട്ട്പുട്ട് ട്രയാങ്കിൾ ആവാം, റെക്ടാങ്കിൾ ആവാം, സർക്കിൾ ആവാം. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒന്നിനെ ആയിരിക്കും നമുക്ക് ആ ടൈമിൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നതെന്ന് മാത്രം. ഡിപ്പെൻസ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ ആണ്, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ ന്യൂറൽ നെറ്റ്വർക്കിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹിഡൻ സ്റ്റേറ്റ്. ഹിഡൻ സ്റ്റേറ്റിനകത്ത് ലൂപ്പിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ മെമ്മറി ഓഫ് പ്രീവിയസ് മെയിൻറ്റെയിൻസ് എ മെമ്മറി ഓഫ് പ്രീവിയസ് ഇൻപുട്സ് വിച്ച് ഈസ് അപ്ഡേറ്റഡ് അറ്റ് ഈച്ച് ടൈം സ്റ്റെപ്പ്. ഓരോ ടൈം സ്റ്റെപ്പിലും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറി കീപ്പ് ചെയ്യുന്നുണ്ട് ഏതിനകത്ത്? RNനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ഓഫ് RNN നെറ്റ്വർക്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ് ഒന്ന് എന്ന് പറയുന്നത്. ലാംഗ്വേജ് മോഡലിംഗ്, ട്രാൻസ്ലേഷൻ അതിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ടൈം സീരീസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, അതായത് ഇപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിനകത്തുള്ള ഡാറ്റകളെ കളക്ട് ചെയ്തിട്ട് ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ട്രെൻഡ് എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഇല്ലേ, അതിനെയാണ് ടൈം സീരീസ് ഓഫ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്പീച്ച് റെക്കഗ്നേഷൻ, ടെക്സ്റ്റ് ജനറേഷൻ ഇതിലെല്ലാം എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? RNNനെ യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് നെക്സ്റ്റ് അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് സീക്വൻസ് ഓഫ് ഡാറ്റകളെ ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി കുറവായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ ഒരു ചലഞ്ച് ഇതിനകത്ത് വരുന്നുണ്ട്, RNNനകത്ത് വരുന്നുണ്ട്. Then moving to the last network model in the class or we are learning, that is auto encoders or unsupervised feature learning. ഓട്ടോ എൻകോഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് തന്നെയാണ്. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഡാറ്റിനെ കംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കംപ്രസ് ചെയ്യിച്ചിട്ട് ഒരു കംപ്രസ്ഡ് ഫോം ആക്കി മാറ്റുക മാത്രമല്ല അത് ചെയ്യുന്നത്, ആൻഡ് ദെൻ റീകൺസ്ട്രക്ട് ഇറ്റ് ആസ് ക്ലോസ്ലി ആസ് പോസിബിൾ ടു ദ ഒറിജിനൽ ഇൻപുട്ട്. അതിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് എത്രത്തോളം നമ്മൾ കൊടുത്ത ഇൻപുട്ടിനോട് ക്ലോസ് ആയി കിടക്കുന്ന ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. മാക്സിമം ക്ലോസ് ആയി കിടക്കുന്ന ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്തിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. ആ കംപ്രസ്ഡ് ഡാറ്റയിൽ നിന്ന് നമ്മൾ ഒറിജിനൽ ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഓട്ടോ എൻകോഡേഴ്സ് ചെയ്യുന്നത്. ഓട്ടോ എൻകോഡേഴ്സിനകത്ത് കൺസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, എൻകോഡറും ഡീകോഡറും. എൻകോഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് this compress the input into a compact representation and capture the most relevant features. എൻകോഡർ നമുക്കൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടിനെ എടുത്ത് കംപ്രസ് ചെയ്യിക്കും. കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഇമേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജിനകത്തുള്ള ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രം അത് എടുത്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കംപ്രസ് ചെയ്യിച്ച് വെക്കുന്നത്. ഓക്കെ. ഇനി ഡീകോഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് റീകൺസ്ട്രക്ട് ചെയ്യാണ്. എവിടുന്ന റീകൺസ്ട്രക്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ കംപ്രസ് ചെയ്ത് വെച്ച് റെലവെന്റ് ഫീച്ചേഴ്സ് മാത്രം എടുത്ത് വെച്ചിട്ടുള്ള കംപ്രസ്ഡ് ഫോം ഉണ്ടല്ലോ, ആ കംപ്രസ്ഡ് ഫോമിൽ നിന്ന് നമ്മൾ ഒറിജിനലി കൊടുത്ത ഇൻപുട്ടിനോട് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒറിജിനൽ ഇൻപുട്ടിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അത് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുമെന്ന് പറയാൻ പറ്റില്ല, കാരണം കംപ്രസ് ചെയ്യുമ്പോൾ റെലവെന്റ് ഫീച്ചേഴ്സിനെ മാത്രമേ എടുക്കത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതിനോട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിനെ ആയിരിക്കും നമുക്ക് ആര് തരുന്നത്? ഡീകോഡേഴ്സ് തരുന്നത്. ഇനി മൂവിങ് ടു ദ ആർക്കിടെക്ചർ ഓഫ് എൻകോഡേഴ്സ്. ഓട്ടോ എൻകോഡേഴ്സിന്റെ ആർക്കിടെക്ചറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ ഓഫ് ഓട്ടോ എൻകോഡേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി 3 കമ്പോണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻകോഡർ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബോട്ടിൽ നെക്ക് ഓർ ലാറ്റന്റ് സ്പേസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡീകോഡർ. ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് ഒരു ഓട്ടോ എൻകോഡറിനകത്ത് വരുന്നത്. അതിനകത്ത് ഓട്ടോ എൻകോഡർ എന്ന് പറഞ്ഞാൽ ഒരു there will be an input layer, that is the encoder, and there is a hidden layer that is known as the bottleneck, and there is an output layer which is the final decoder. We can say that it's a decoder. Okay, let's check what is an encoder, do it in the network. So when considering the encoder is a part of neural network that takes the input data and compress it into smaller lower dimensional representation. Original input data ne eduthu adine ഏറ്റവും സ്മോളർ ലോവർ ഡയമെൻഷനിലേക്ക് മാറ്റുക, അതിന്റെ റെപ്രസെന്റേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? എൻകോഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ.
ഈ എൻകോഡറിനകത്ത് തന്നെ ഡിഫറെന്റ് ലെയേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വരുന്നതാണ് ഇൻപുട്ട് ലെയർ. ഇൻപുട്ട് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഡാറ്റേഴ്സിനെ എൻറ്റർ ചെയ്യില്ലേ, നെറ്റ്വർക്കിനകത്തേക്ക് ഒറിജിനൽ ഡാറ്റനെ എൻറ്റർ ചെയ്യുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. അത് ഇമേജ് ആവാം, സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഏതെന്ന് പറയുന്നത് ഇൻപുട്ട് ലെയറിലേക്ക് വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു എൻട്രിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഹിഡൻ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയായിട്ടുള്ള ഈ ഇൻപുട്ട് ശ്രദ്ധിക്കണം, ഇതെല്ലാം എൻകോഡേഴ്സിനകത്ത് വരുന്ന ലെയേഴ്സ് ആണ് കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന മൂന്നെണ്ണം ഈ ഇൻപുട്ട് ലെയറിനകത്തേക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് പല ഓപ്പറേഷൻസ് അതിനകത്തേക്ക് ട്രാൻസ്ഫോർമേഷൻസും അപ്ലൈ ചെയ്തിട്ട് ആ ഇൻപുട്ട് ഡാറ്റനെ അതിനകത്തുനിന്ന് വേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹിഡൻ ലെയേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്തതിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ലെയർ ആണ് ഔട്ട്പുട്ട് ഓഫ് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. എൻകോഡറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ലാറ്റന്റ് സ്പേസ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ബോട്ടിൽനെക്ക് എന്ന് പറയുന്ന നെക്സ്റ്റ് ഫേസിനകത്തേക്ക് വരുന്ന ഇൻപുട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഓഫ് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കംപ്രസ്ഡ് വേർഷൻ ഓഫ് ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഓഫ് എൻകോഡർ അല്ലെങ്കിൽ ലാറ്റന്റ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻകോഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഹിഡൻ ലെയറിൽ നിന്ന് കംപ്രസ് ചെയ്തെടുത്ത ഡാറ്റനെ അതിന്റെ കംപ്രസ്ഡ് വേർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഓഫ് എൻകോഡർ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ അതിനകത്ത് റിട്ടേൺ ചെയ്യത്തുള്ളൂ, ബാക്കി എല്ലാത്തിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് ദ ഇൻപുട്ട് റിട്ടേണിംഗ് ഓൺലി ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. ആൻഡ് ദ സെക്കൻഡ് ഫേസ് ഇസ് ബോട്ടിൽനെക്ക് ഓർ ലാറ്റന്റ് സ്പേസ് എന്ന് പറയും, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ലെയർ ഓഫ് ദ നെറ്റ്വർക്കിലെ ഏറ്റവും സ്മോളസ്റ്റ് ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, ലാറ്റന്റ് ലെയർ എന്ന് പറയും. ദിസ് വൺ, ദ മിഡിൽ വൺ, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ലെയർ ഓഫ് ദ നെറ്റ്വർക്ക്. അതിനകത്തായിരിക്കും ഏറ്റവും കംപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് കംപ്രസ്ഡ് ഫോം ഓഫ് ഇൻപുട്ട് ഉണ്ടാവുന്നത്. ദ ബോട്ടിൽനെക്ക് ഡാറ്റ റെപ്രസെന്റ് in its most compressed form, or the output data is represented in its most compressed form in the bottleneck layer. Okay, it is often referred to as the talent space or code. ഇതിനെ latent space എന്നും കോഡ് എന്നും പറയാറുണ്ട്. സോറി ട്ടോ, talent space അല്ല, latent space or code എന്നും പറയാറുണ്ട്. ഇനി ഇതിനകത്ത് the layer contains a reduced set of features representing the most important information from the ഇൻപുട്ടിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഇതിനകത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ, ബോട്ടിൽനെക്കിനകത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം റെഡ്യൂസ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. The idea is that through this compression the network learns the key pattern and structure of the input data. ഈ ഒരു ഫേസിൽ എത്തുന്ന സമയത്താണ് നെറ്റ്വർക്കിന് തന്നെ അല്ലെങ്കിൽ ആ ഒരു മോഡലിന് തന്നെ എന്താണ് അതിന്റെ ഇൻപുട്ടിന്റെ കീ പാറ്റേൺസ് എന്താണ്, അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടത്തന്നെ ഉള്ളൂ. ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ഓട്ടോ എൻകോഡേഴ്സ് ആണ് ഡീകോഡർ എന്ന് പറയുന്നത്. പേര് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദ ഡീകോഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് ദ കംപ്രസ്ഡ് റെപ്രസെന്റേഷൻ ഫ്രം ദ ലാറ്റന്റ് സ്പേസ്. ലാറ്റന്റ് സ്പേസിന്റെ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ കംപ്രസ്ഡ് ഫോമിനെ എടുത്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്, നമ്മുടെ ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്ത് തരികയാണ് ഇതിനകത്ത് പറയുന്നത്, ഡീകോഡറിനകത്ത് പറയുന്നത്. എത്രത്തോളം നമ്മുടെ ഒറിജിനൽ ഇൻപുട്ടിനകത്തേക്ക് സിമിലാരിറ്റീസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം സിമിലാരിറ്റീസ് കൊണ്ടുവന്നിട്ടായിരിക്കും ഡീകോഡർ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുക. എഗൈൻ ഡീകോഡറിനകത്തും 2 ലെയേഴ്സ് ആണുള്ളത്, ഹിഡൻ ലെയറും ഉണ്ട്, ഔട്ട്പുട്ട് ലെയറും ഉണ്ട്. ഹിഡൻ ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദി ഡീകോഡർ യൂസസ് എ സീരീസ് ഓഫ് ലെയേഴ്സ് ടു ഗ്രാജുവലി എക്സ്പാൻഡ് ദ കംപ്രസ്ഡ് ഡാറ്റ. ഹിഡൻ ലെയേഴ്സിനകത്ത് വേറെയും ഡിഫറെന്റ് ലെയേഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കംപ്രസ്ഡ് ഡാറ്റനെ എക്സ്പാൻഡ് ചെയ്ത് ഗ്രാജുവലി സഡൻ എക്സ്പാൻഷൻ അല്ല, ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ഒറിജിനൽ ഇൻപുട്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒറിജിനൽ ഇൻപുട്സിന്റെ ആ ഒരു ഡയമെൻഷനിലേക്ക് അതിനെത്തിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്ന ലെയറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒറിജിനൽ റീകൺസ്ട്രക്ട് ചെയ്ത ഔട്ട്പുട്ടിനെ നമുക്ക് അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ റീകൺസ്ട്രക്റ്റഡ് വേർഷനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ലെയർ പ്രൊഡ്യൂസസ് ദ റീകൺസ്ട്രക്റ്റഡ് ഡാറ്റ ആൻഡ് എയിം ടു ക്ലോസ്ലി റിസംബിൾ ദ ഒറിജിനൽ ഇൻപുട്ട് ഡാറ്റ. ഇതിനകത്ത് ഈ ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഒരു ഫേസ് ഉണ്ട്, അത് എൻകോഡർ ത്രൂ പാസ് ചെയ്യുകയാണ്. ഇതാണ് ഇൻപുട്ട് എൻകോഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അതിന്റെ ലാറ്റന്റ് ആട്രിബ്യൂട്ട്സ് കിട്ടും, അഥവാ അതിന്റെ ലാറ്റന്റ് സ്പേസ് റെപ്രസെന്റേഷൻ കിട്ടും. ആ ലാറ്റന്റ് സ്പേസ് റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് വരുന്നത് ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമേജിലുള്ള സ്മൈലിന്റെ ന്യൂമറിക്കൽ വാല്യൂ, സ്കിൻ ടോണ്, ജെൻഡർ, ബിയേർഡ്, ഗ്ലാസസ്, ഹെയർ കളർ, ഇതെല്ലാം അതിന്റെ ലാറ്റന്റ് ആട്രിബ്യൂട്ട്സ് ആണ്, അഥവാ അതിന്റെ റിലവന്റ് ഇൻഫർമേഷൻസ് ആണ്. അതിനെ മാത്രമാണ് കംപ്രസ്ഡ് റെപ്രസെന്റേഷൻ അകത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിനെ ഡീകോഡർ ത്രൂ പാസ് ചെയ്യും. അത് ഡീകോഡർ റീകൺസ്ട്രക്ട് ദ ഇമേജ് ഫ്രം ദ ലാറ്റന്റ് ആട്രിബ്യൂട്ട്. ഈ ലാറ്റന്റ് ആട്രിബ്യൂട്ടിൽ നിന്നും ഡീകോഡർ അതിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? റീകൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഐഡിയലി ദ ഔട്ട്പുട്ട് ഇമേജ് ഷുഡ് ബി ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ടു ദ ഇൻപുട്ട്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇൻപുട്ട് കൊടുത്തതും ഔട്ട്പുട്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്, ബട്ട് ദർ വിൽ ബി ഡിഫറൻസസ്, പ്രൂവിംഗ് ദാറ്റ് ദ ഔട്ടോ എൻകോഡർ effectively learned the meaningful representations. ഏറ്റവും മീനിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് മാത്രം എടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ മാത്രം എടുത്ത് ഇത് കൊണ്ടാണ് അതിനത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ലാറ്റിൻ ആട്രിബ്യൂട്ട്സിലേക്ക് എടുക്കുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന റെലവന്റ് അല്ലാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിനകത്തും ക്ലാരിറ്റി അല്ലെങ്കിൽ സിമിലാരിറ്റീസ് കുറവായിട്ടാണ് വരിക. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറെന്റ് നമ്മൾ ഈ സെഷനകത്ത് കവർ ചെയ്യുന്ന ഡിഫറെന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് മോഡൽസ് എന്ന് പറയുന്നത്. Okay, the last one is application of neural network models. Different applications of neural network models. ഞാൻ ഇവിടെ കുറച്ചെണ്ണം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ neural networks modelsന്റെ applications ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോണോമസ് വെഹിക്കിൾസ്. ഫെമിലിയർ ആണ്, ഒരുപാട് കേൾക്കുന്നതാണ് ഇന്ന്. സെൽഫ് ഡ്രൈവിംഗ് കാർസ്, സ്വയം ഡ്രൈവർ ഇല്ലാതെ തന്നെ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, അത് കാറുകൾ. അവര് എൻവിറോൺമെന്റ് നോക്കിയിട്ട് ഡിസിഷൻസ് എടുത്തിട്ട് ഇറ്റ് സെൽഫ് നാവിഗേറ്റ് ചെയ്ത് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓട്ടോണോമസ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിനകത്തൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇന്ന് ഒരുപാട് യൂസ് ആയിട്ട് വരുന്നുണ്ട്. മെഡിക്കൽ ഡയഗ്നോസിസ് ആയിക്കോട്ടെ, ഡ്രഗ് ഐഡന്റിഫൈ ചെയ്യാനായിക്കോട്ടെ, പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ എന്ത് വരുന്നുണ്ട്? ഹെൽത്ത് കെയറിനകത്ത് തന്നെ ഒരുപാട് മേഖലകൾക്കകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻസ്. ഫിനാൻസിനകത്തും ഇപ്പോൾ ഒരു മാർക്കറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോർകാസ്റ്റിംഗ്, ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് പറഞ്ഞു. അതേപോലെ തന്നെ ഫ്രോഡ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഫ്രോഡന്റുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സർവീസസുകളെ പേഴ്സണലൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസിനെ യൂസ് ചെയ്യുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സിനെ ഫിനാൻഷ്യൽ ഫീൽഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രിയേറ്റീവ് ആർട്സ്, പബ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലിറ്ററേച്ചർ, ആർട്സ്, മ്യൂസിക്, അങ്ങനെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്രിയേറ്റീവ് ആർട്സുകൾ ഫീൽഡിനകത്തും ന്യൂറൽ നെറ്റ്വർക്ക്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് മൊഡ്യൂൾ 7 നമുക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. 2 വീഡിയോസ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.